ഹായ് സ്റ്റുഡൻസ്. സോ കീം 2025 എക്സാമിന് ശേഷം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇനിയുള്ള പ്രോസസ്സുകൾ എങ്ങനെയാണെന്നുള്ളത്. സോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ +2 റിസൾട്ട് വന്നതിന് ശേഷം കീമിന്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ +2 മാർക്സ് അപ്ലോഡ് ചെയ്യണം. സോ അതിന് ശേഷമാണ് +2 മാർക്സും നിങ്ങളുടെ കീമിന്റെ സ്കോറും കൂടെ നോർമലൈസ് ചെയ്ത് ഔട്ട് ഓഫ് 600 അവരൊരു മാർക്ക് എത്തുകയും അതിൽ നിന്നും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്നത്. അപ്പം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് വരെയുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ്. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പം 10 കഴിഞ്ഞ് +1 +2 സ്റ്റാർട്ട് കയറാൻ വേണ്ടി നിങ്ങൾ അലോട്ട്മെന്റ് കൊടുത്ത പോലെ തന്നെ നിങ്ങൾ ഇനി കോളേജസിലേക്ക് കയറാൻ വേണ്ടി നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സ് നടത്തണം. അതും കീം കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ തന്നെയാണ്. ആ സമയത്താണ് നിങ്ങളുടെ കോളേജ് സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇപ്പൊ കീമിൻ റിസൾട്ട് വന്നു കഴിഞ്ഞു, നിങ്ങൾ കീം എക്സാം എഴുതി കഴിഞ്ഞു, ബോർഡ് എക്സാമും എല്ലാം എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നല്ല കോളേജുകൾ നോക്കുക, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക, അതേപോലെ തന്നെ കോഴ്സുകളെ കുറിച്ച് കൂടുതലായിട്ട് എക്സ്പോസ്ഡ് ആവുക. ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഓരോ കോഴ്സുകളെ കുറിച്ചും കോളേജുകളെ കുറിച്ചൊക്കെ പറയുന്ന പ്ലേലിസ്റ്റുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബ് സെക്ഷന്റെ പ്ലേലിസ്റ്റ് ഇവിടെ പോയാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് ഗവൺമെന്റ് കോളേജസ് ആയ, ടോപ്പ് മോസ്റ്റ് ഗവൺമെന്റ് കോളേജ് മാത്രമല്ല, നിലവിൽ കീമിന്റെ ബേസിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് പറയുന്നത്. സോ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നും സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇവർ കട്ട് ഓഫ് ആയ റാങ്ക് എത്രയാണെന്നും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കോഴ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നില്ല, ഏതൊക്കെ കോഴ്സുകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കോഴ്സുകൾ താല്പര്യമുള്ളത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളവർ അവരോട് ചോദിച്ച് അതിൻ്റെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാം. അതുപോലെ കോളേജ് വെബ്സൈറ്റ്സിൽ കയറിയാലും ഇതേപോലെ അവർ പ്ലേസ്മെന്റ്സിന്റെ പെർസെൻറ്റേജും ഇതൊക്കെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് അതും നോക്കാവുന്നതാണ്. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തെ കുറിച്ചാണ്. CET എന്ന് പറഞ്ഞ കോളേജിൽ പ്രധാനമായിട്ടുള്ള കോഴ്സുകളും അതിന്റെ സ്റ്റേറ്റ് മെറിറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് കട്ട് ഓഫും കൂടെയാണ് പറയുന്നത്. സോ ഫസ്റ്റ് അവിടുത്തെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞ കോഴ്സാണ്. ഈ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ കൂടുതലായിട്ടും ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് എക്വിപ്മെന്റ്സിലെ അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. അവിടെ സെക്കൻഡ് അലോട്ട്മെന്റിൽ അവിടെ കഴിഞ്ഞ വർഷം 2228 റാങ്ക് വരെയാണ് കട്ട് ഓഫ് ആയത്. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം പിന്നെ തേർഡ് അലോട്ട്മെന്റ് വേക്കൻസി ഫില്ലിംഗ് ഒക്കെ ആയിട്ടാണ് വരിക. അപ്പം അതാണ് ഫസ്റ്റ് കോഴ്സ്. മറ്റൊരു കോഴ്സ് എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പൊതുവെ കമ്പാരിറ്റീവ്ലി ഒരു ലോവർ റാങ്കിലുള്ളവർക്ക് പോലും അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ CET-യിൽ വന്നിട്ടുള്ളത്. അത് സെക്കൻഡ് അലോട്ട്മെന്റിൽ 5286 റാങ്ക് വരെ ഉള്ളവർക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ CET-യിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് CSE ആണ്, ദ മോസ്റ്റ് ഡിമാൻഡഡ് ബ്രാഞ്ച് ആൻഡ് ദ മോസ്റ്റ് ഡിമാൻഡഡ് കോളേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനെ നമുക്ക് CET-ലെ CSE-നെ വിശേഷിപ്പിക്കാം. കീമ് വഴിയാണ്. അപ്പോൾ കീമ് വഴിയുള്ളതിൽ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ടുള്ള CSE-യിൽ അവിടെ സെക്കൻഡ് അലോട്ട്മെന്റിൽ 530 റാങ്ക് വരെയായിരുന്നു കട്ട് ഓഫ് ആയത്. തേർഡ് അലോട്ട്മെന്റ് ഇപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റിൽ 530 വരെ ആയിരുന്നു. EC ആണ് നെക്സ്റ്റ് വന്നത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അടുത്ത നല്ല അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ബ്രാഞ്ച് തന്നെയാണ് ECE. അവരുടെ VLSI ഡിസൈനും എംബഡ് ഇലക്ട്രോണിക്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സബ് കോഴ്സുകളായിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ് ECE പഠിച്ചാൽ, അല്ലെങ്കിൽ സെഗ്മെന്റുകളാണ് ECE പഠിച്ചാൽ. അതനുസരിച്ച് നിങ്ങൾക്ക് നല്ല പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കിട്ടാറുള്ളതാണ്. സോ ECE-യുടെ ലോവർ ഏറ്റവും ബേസ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 761 ആയിരുന്നു റാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ഓർഡറിൽ വന്നാൽ അടുത്ത ഡിമാൻഡിങ് കോഴ്സാണ് വിച്ച് ഇസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നിലവിലത്തെ സാഹചര്യത്തിൽ. സോ ട്രിപ്പിളിയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 1466 ആയിരുന്നു CET, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത്. മറ്റൊരു ഇലക്ട്രിക്കൽ കോഴ്സും കൂടെ CET-ൽ അവൈലബിൾ ആണ്. ആ കോഴ്സിന്റെ പേര് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നാണ്. സോ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ കട്ട് ഓഫ് വന്നത് 1879 റാങ്കാണ് ഞാൻ പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിലെ. പിന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് CET-ൽ ഏറ്റവും ലോവർ കട്ട് ഓഫ് വേണ്ടിയുള്ള ഒരു കോഴ്സായിരുന്നു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മീൻസ് 7135 റാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് CET-ൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ സെക്കൻഡ് അലോട്ട്മെന്റ് വരെയാണെങ്കിൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കട്ട് ഓഫ് ആയ റാങ്ക് എന്ന് പറയുന്നത് 3274 അപ്പം അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ECE, ട്രിപ്പിൾ അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇത്രയും കോഴ്സുകളാണ് CET-ൽ UG ഡിഗ്രി BTech-ൽ ഓഫർ ചെയ്യുന്നത്. പിന്നെ ആർക്കിടെക്ചർ കോഴ്സുകളും അവിടെ അവൈലബിൾ ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് വ്യക്തമായി ഈ ഒരു കോഴ്സുകളെ കുറിച്ചൊരു ഐഡിയ ആദ്യമേ നിങ്ങളുടെ അലൂമിനീസ് ഫ്രണ്ട്സ്, അവിടുത്തെ അലൂമിനീസിനോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ പഠിക്കുന്നവരോടൊക്കെ ചോദിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഉണ്ടാക്കുക. നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ മാർക്ക് ആ ഒരു റേഞ്ചിൽ വരുന്നതുകൊണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുക.
സോ CET ഈസ് എ വെരി നൈസ് ക്യാമ്പസ് ഫോർ യു ഗൈസ്. അപ്പോൾ എന്തായാലും ഇതുപോലെ നമുക്ക് ഇനി ബാക്കിയുള്ള കോളേജസിൻ്റെയും കോഴ്സുകളെ കുറിച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.